ഹലോ ഗെയ്സ്, ഞങ്ങളിപ്പോ പുതിയൊരു എപ്പിസോഡുമായിട്ട് കണ്ണൂർ പറശ്ശിനിക്കട മുത്തപ്പ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ വിശേഷങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഞങ്ങൾ സഫീർ അമ്പലവല ദർശനം നടത്തി. നല്ല മഴയായിരുന്നു, എങ്കിലും വളരെ ആനന്ദപൂർണ്ണമായ ഒരു കാഴ്ചയായിരുന്നു. ഇപ്പൊ ഞങ്ങള് പറശ്ശിനിക്കട മുത്തപ്പ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഇവിടെ വന്ന് ശ്രീശൈലം ഹോട്ടലിൽ ഞങ്ങൾ റൂം എടുത്തു. 2 റൂമാണ് എടുത്തത്. ഞങ്ങൾ 5 പേരായിരുന്നു വന്നത്. ഇനി നമ്മള് അമ്പലത്തിലേക്ക് പോകാനുള്ള ഇതാണ്. ഈ എല്ലാം അമ്പലത്തിൽ പോയതിനു ശേഷമുള്ള വിശേഷങ്ങൾ പിന്നെ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവുമതിൽ കുളഞ്ഞൊരു ഹിമാലയും ഭൂവിശോഭവഴിയും കരങ്ങളിൽ കമടമാലടും തുടി ശൂലപാണേ ശംഭോ 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 ശൂലപാണി മഹാത്രിശൂലമതു മൃഗമുവേന്തികേകുവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ഭൂഷിതപദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം ഹരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിനിശോഭിതം വിമലവക്ഷസുംഭവ ഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവുമതിൽ കുളഞ്ഞൊരു ഹിമാലയും ഭൂവിശോഭവഴിയും കരങ്ങളിൽ കമടമാലടും തുടി ശൂലപാണേ ശംഭോ 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 ശൂലപാണി മഹാത്രിശൂലമതു മൃഗമുവേന്തികേകുവ ചന്ദ്രശേഖര